KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S5 ADCയുടെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡ്യുവോ ബൈനറി എൻകോഡർ വിത്ത് പ്രീകോഡിംഗ്. അപ്പോൾ ഡ്യുവോ ബൈനറി എൻകോഡർ എന്താണെന്നും അതിൻ്റെ ടൈപ്സൊക്കെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ ഇവിടെ പഠിച്ചു, ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിരുന്നതാണ്. സെയിം തന്നെയാണ്, ചെറിയൊരു ചേഞ്ച്. ഇവിടെ നമ്മൾ പ്രീകോഡിംഗ് ആണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ആദ്യം തന്നെ ഒരു എക്സോർ ഗേറ്റിലേക്ക് കൊടുക്കും. ആ എക്സോർ ഗേറ്റ് അതിൻ്റെ കോഡഡ് ഔട്ട്പുട്ടാണ് നമുക്ക് തരാം. ആ കോഡഡ് ഔട്ട്പുട്ടിലാണ് നമ്മൾ ഡ്യുവോ ബൈനറി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യുവോ ബൈനറിയും ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ ഓൾറെഡി നമ്മൾ പ്രീവിയസ് പഠിച്ചതാണ്. ആ സെയിം വർക്കിംഗ് തന്നെ ആ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഫ്രണ്ടിൽ ആര് യൂസ് ചെയ്യണം? ഒരു എക്സോർ ഗേറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ വരുന്ന ഡാറ്റ അത് എൻകോഡ് ചെയ്തിട്ട് ഡ്യുവോ ബൈനറിലേക്ക് കൊടുക്കും. നമ്മൾ ഡ്യുവോ ബൈനറി മെത്തേഡ് വഴി എന്ത് ചെയ്യണം? എൻകോഡിങ് ചെയ്യണം. ആ കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നേരെ റിസീവറിലേക്ക് എത്തും, റെക്ടിഫൈ ചെയ്തെടുക്കും, ഡിസിഷൻ ഡിവൈസിൽ കൊടുത്തിട്ട് വീണ്ടും എന്താക്കി മാറ്റും? അതിനെ ബൈനറി ആക്കിയിട്ട് മാറ്റും. അപ്പോൾ 2 വട്ടം എന്ത് ചെയ്യണം? കോഡിങ് ചെയ്യണം. നമ്മൾ എക്സോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡ്യുവോ ബൈനറി എൻകോഡറും ആണ്. അപ്പോൾ 2 വട്ടം ഡീകോഡ് ചെയ്തിട്ട് വേണം ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കാനായിട്ട്. ദെൻ അതിൻ്റെ ജനറലൈസ്ഡ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഓരോ കോഡിങ്ങും പഠിക്കുമ്പോൾ ഒരു ഡിലേ പറഞ്ഞു, ചിലപ്പോൾ 1 ബിറ്റ് ഡിലേ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ബിറ്റ് ഡിലേ ആയിരിക്കാം. അതാണ് ഓരോ ടൈപ്പ് ഓഫ് എൻകോഡിങ്. അങ്ങനെ നമുക്ക് ജനറലി എത്ര ബിറ്റ് ഡിലേ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ചെയ്യാൻ പറ്റും. അതാണ് ജനറലൈസ്ഡ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽ. അടുത്തത് ഇക്വലൈസേഷൻ. ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിൽറ്റേഴ്സ് ആണ്. നമ്മൾ ചാനൽ ഡിസ്റ്റോഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സിനാണ് ഇക്വലൈസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറേ ടൈപ്പ് ഉണ്ട്, പക്ഷേ നമുക്കിവിടെ പഠിക്കാനുള്ളത് സീറോ ഫോഴ്സിങ് ഇക്വലൈസർ ആണ് കേട്ടോ. സീറോ ഫോഴ്സിങ് ഇക്വലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിന് എന്തെങ്കിലും പ്രോപ്പർട്ടി മിസ്റ്റേക്ക് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ചാനൽ വെച്ച് നോയ്സ് സംഭവിക്കും. അപ്പോൾ അത് സീറോ ആക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സീറോ ഫോഴ്സിങ് ഇക്വലൈസർ. അപ്പോൾ സീറോ ഫോഴ്സിങ് ഇക്വലൈസറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത് y of t is equal to integral -∞ b of x of t minus dot ഇട്ടു. അതാണ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അതിൽ ഓരോ ടേമുകൾ എന്താണെന്നുള്ളതാണ് നമ്മളോട് താഴെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ സാമ്പിൾഡ് ഔട്ട്പുട്ടാണ് y of it b equal to zi plus ni. അതിൽ z എന്ന് പറഞ്ഞാൽ സിഗ്നൽ കമ്പോണൻറ്റും n എന്ന് പറയുന്നത് നോയ്സ് കമ്പോണൻ്റ് ആണ് കേട്ടോ. ദെൻ മീൻ സ്ക്വയർ എറർ ആണ് MSE which is equal to 1/2 e of ei all square. അതും പഠിച്ചു വയ്ക്കണം, എററിൻ്റെ ഇക്വേഷൻസ്. അങ്ങനെ ചാനൽ എന്തെങ്കിലും പ്രോപ്പർട്ടി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് എറർ സീറോ ആക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് സീറോ ഫോഴ്സിങ് ഇക്വലൈസർ. നെക്സ്റ്റ് ടോപ്പിക് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് മോഡിഫൈഡ് ഡ്യുവോ ബൈനറി എൻകോഡർ കേട്ടോ. അപ്പോൾ ഡ്യുവോ ബൈനറി എൻകോഡർ എന്താണെന്നും പ്രീകോഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. h of f is equal to h of Nyquist 1 plus e raised to minus j 2 pi f TP. ഇതാണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ ആ 1നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് e raised to minus j pi f TB എന്നും e raised to plus j pi f TB എന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇത് e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ അത് നമ്മൾ e raised to ഫോർമാറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ദെൻ അതിൽ നിന്ന് കോമൺ ടൈമിന് എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. അപ്പോൾ e raised to minus j pi f t കോമൺ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ നോക്കി e raised to j theta plus e raised to minus j theta ഫോർമാറ്റ് അല്ല, നമുക്ക് എങ്ങനെ എഴുതാം? 2 cos theta എന്ന് എഴുതാം. അതാണ് അതിൻ്റെ ഡെറിവേഷൻ. ദെൻ h of n Nyquistൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്, പഠിച്ചു വയ്ക്കണം കേട്ടോ. ജനറൽ ഇക്വേഷനാണ്. അതുപോലെ h of fൻ്റെയും ഫൈനൽ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ടോപ്പിക് മാച്ച്ഡ് ഫിൽട്ടർ. മാച്ച്ഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് നോയ്സ് അറ്റാക്ക് ചെയ്യുന്ന ഫിൽട്ടർ നമ്മൾ പറയുന്ന പേരാണ് മാച്ച്ഡ് ഫിൽട്ടർ. നമ്മൾ നോർമലി ചാനൽ അറ്റാക്ക് ചെയ്യുന്നത് ജനറലൈസ്ഡ് ഗോഷ്യൻ നോയ്സ് ആണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ അതിന് പകരം വൈറ്റ് ഗോഷ്യൻ നോയ്സ് ആണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ആ ഫിൽട്ടർ നമ്മൾ മാച്ച്ഡ് ഫിൽട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് ഗോഷ്യൻ നോയ്സിൻ്റെ ഇക്വേഷനാണ് s of ni equal to n0/2. കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ പഠിച്ചു വയ്ക്കണം. ദെൻ മാച്ച്ഡ് ഫിൽട്ടറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അത് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഇമ്പൾസ് റെസ്പോൺസ് ഡിറൈവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സാധാ ഒരു ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of f ആണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. k × x star f by si ni into e raised to minus j 2 pi f t. ഓക്കെ, അത് സാധാ ഒരു ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. മാച്ച്ഡ് ഫിൽറ്റർ ആകുമ്പോൾ എന്താ പ്രത്യേകത? n-ൻ്റെ വാല്യൂ n0/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് h of f equal to 2k/n0 x star of e raised to minus j 2 pi f t എന്ന് പറയുന്നത് കിട്ടും. അതാണ് സാധാ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഇക്വേഷൻ h of t is equal to ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് h of f ആണ്. ആ h of fൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2k/n0 x of t minus t എന്ന് കിട്ടും. ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ. നെക്സ്റ്റ് എറർ പ്രോബിലിറ്റി ഓഫ് മാച്ച്ഡ് ഫിൽറ്റർ ആണ് കേട്ടോ. അപ്പോൾ പ്രോബിലിറ്റി എറർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷനാണ് p equal to 1/2 കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ x0 of t minus x0 of 2t
FT/2√2 സിഗ്മ. അത് ജനറൽ ഇക്വേഷനാണ് പഠിക്കുക. നമ്മളതിൽ ആ ന്യൂമറേറ്റർ മാത്രം എടുക്കുകയാണ്. x01 - x02 മാത്രം എടുത്തിട്ട് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ x1 x2 എന്ന് പറയുന്ന രണ്ട് സിഗ്നൽസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. a-b² ഫോർമാറ്റ് അല്ല, നമുക്കത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? x² x1² + x2² - 2x1 x2. ദെൻ ഇൻഡിവിജ്വൽ ഓരോന്നിനും എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ വാല്യൂസ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4e എന്ന് കിട്ടും. ആ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷനിലേക്ക്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ സിഗ്മ സ്ക്വയറും കൂടെ കൺസിഡർ ചെയ്യണം. സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ആണ് n0/2. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അതെങ്ങനെ വരും? 2/n0. ദെൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട് എടുക്കുക. കാരണം നമ്മുടെ ഇക്വേഷനിൽ എന്തില്ല? സ്ക്വയർ ഇല്ല. നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളത് സ്ക്വയർ വെച്ചിട്ടാണ്. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ്റെ റൂട്ട് എടുത്തിട്ട് വേണം ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ആ 2√2 ജനറൽ ഇക്വേഷനിലുള്ള 2√2 എന്തുണ്ടാവും? ക്യാൻസൽ ആയിപ്പോവും. ദെൻ നമുക്ക് മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ പ്രോബിലിറ്റി ഓഫ് എറർ 1/2 കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ √E0/n0 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് കോറിലേറ്റർ എന്താണെന്ന് നോക്കാം. കോറിലേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷനും ഇൻ്റഗ്രേഷനും ടുഗദർ വരികയാണെങ്കിൽ നമ്മളതിനെ പറഞ്ഞ പേരാണ് കോറിലേറ്റർ. അപ്പോൾ നമുക്കൊരു സിഗ്നൽ വരുന്നു, നമ്മളതിനെ ലോക്കലി ജനറേറ്റഡ് സിഗ്നൽ x(t) വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു, ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ സാധാ ഒരു കോറിലേറ്ററിൻ്റെ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ f(t) × x(t) ആണ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇനി മാച്ച്ഡ് ഫിൽറ്റർ ആകുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന f(t), ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആളാണ് h(t). ദെൻ നമുക്ക് റിസീവ്ഡ് സിഗ്നൽ ഈക്വൽ ടു എങ്ങനെ കിട്ടും? 2k/n0 ഇൻ്റഗ്രൽ f(t) × x(t). അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസീവ്ഡ് സിഗ്നൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 2k/n0 ടൈംസ് ഓഫ് കോറിലേറ്റർ ആണ് എന്ത്? മാച്ച്ഡ് ഫിൽറ്റർ. അതാണ് റിലേഷൻസ് ബിറ്റ്വീൻ കോറിലേറ്റർ ആൻഡ് മാച്ച്ഡ് ഫിൽറ്റർ. ഓക്കെ, ഇപ്പോൾ നോർമലൈസ്ഡ് കണ്ടീഷനിൽ 2k/n0ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷനിൽ മാച്ച്ഡ് ഫിൽറ്ററും കോറിലേറ്ററും സെയിം തന്നെയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ML റിസീവർ, മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ. നമ്മൾ അയക്കുന്ന സിഗ്നലിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റീസ് ഈക്വൽ ആണെങ്കിൽ ആ ഫിൽറ്റർ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന റിസീവറിനെ പറയുന്ന പേരാണ് ML റിസീവർ. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 സിഗ്നലാണ് അയക്കണമെങ്കിൽ ഓരോന്നിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കണം? 1/5 ആയിരിക്കണം. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പോൾ 10 പേര് അയക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെ പ്രോബിലിറ്റി 1/10. അപ്പോൾ ജനറലി നമ്മളിവിടെ M സിഗ്നൽസാണ് അയക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എന്തായിരിക്കണം? 1/m ആയിരിക്കണം. നമ്മൾ താഴെ റിസീവ്ഡ് റാൻഡം പ്രോസസ് x(t) ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. s(t) + w(t). അതിൽ s എന്ന് പറയുന്ന സിഗ്നലും w എന്ന് പറഞ്ഞാൽ വൈറ്റ് നോയ്സ് ആണ്. ദെൻ മാക്സിമം ലൈക്ലിഹുഡ് റിസീവറിൻ്റെ ജനറൽ ഇക്വേഷനാണ് ഏറ്റവും താഴെ എഴുതിയിട്ടുള്ളത്. അത് ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഡെറിവേഷൻ ആയിട്ടില്ല, പക്ഷേ ആ ഇക്വേഷനിൽ ഓരോ ടേമുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഇക്വേഷനുണ്ടോ ഒരു a-b² ഫോർമാറ്റില്ലേ, ആ ടേമിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തൊരു a² - 2ab + b² എന്ന് പറഞ്ഞൊരു ടേം വരും. അതിൽ ആ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസും നമ്മൾ എന്താണെന്നുള്ളതാണ് താഴെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇക്വേഷൻസ് ആയിട്ട് പഠിക്കുക, അങ്ങനെ തന്നെ എഴുതാം, ഡിറൈവ് ചെയ്യാനായിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ബ്ലോക്ക് ഡയറി നോക്കി, നമുക്ക് ആദ്യം ഒരു സിഗ്നൽ വരുന്നു, നമ്മൾ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. ആ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ മാക്സിമം വരുന്ന ആളെ നമ്മൾ ഡിസിഷൻ ടേബിളിൽ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അതാണ് എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് MCAP ആക്കി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി സിഗ്നൽസിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 5 സിഗ്നൽ അയക്കുമ്പോൾ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റീസ് എന്താണ്? 1/5 ആണ്, ഈക്വൽ ആണ്. പക്ഷേ റിസീവറിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഡിസ്റ്റോർട്ടഡ് ആവുമല്ലോ. അപ്പോൾ നമുക്കത് 1/4 അല്ലെങ്കിൽ 1/2 1/3 അങ്ങനെ ആയിരിക്കും റിസീവർ സൈഡിൽ കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്നതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ MCAP ആക്കി സെറ്റ് ചെയ്യുന്നത്. ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി സിഗ്നൽസിനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. അതാണ് ML റിസീവർ എസ്റ്റിമേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാക്സിമം എ പോസ്റ്റീരിയോറി എസ്റ്റിമേറ്റ്. സിമ്പിളായിട്ട് നമുക്ക് മാപ്പ് എന്ന് പറയാം കേട്ടോ. മാപ്പിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അവിടെ a-a A എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന സിഗ്നലും A ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നലുമാണ് റിസീവർ സൈഡിൽ എത്തുന്നത്. അപ്പോൾ a-a ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എറർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാപ്പിൻ്റെ പ്രത്യേകത നമ്മൾ അത് എറർ എന്ന് പറയുന്നത് ഒരു ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് Δ/2. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എറർ ഉണ്ട്, ആ എസ്റ്റിമേഷനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിസീവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് എറർ വരുന്നതെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ 1 ആയിരിക്കും. കോസ്റ്റ് ഫംഗ്ഷൻ 1 മീൻസ് നമുക്ക് ആ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, നമ്മളതിനെ ഫർദർ എന്ത് ചെയ്യണം? ഫിൽറ്റർ ഔട്ട് ചെയ്യണം ഓർ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറയണം. ഇതാണ് മാപ്പ്. അടുത്ത ടോപ്പിക്കാണ് ചാനൽ കപ്പാസിറ്റി തിയറം. ചാനൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ കൂടെ മാക്സിമം എത്ര റേറ്റിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു ചാനലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു C log 1 + S/n. ഇതാണ് ചാനൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. C എന്ന് പറഞ്ഞ ചാനലിൻ്റെ കപ്പാസിറ്റി, B ബാൻഡ്വിഡ്ത്ത്, S/n എന്ന് പറഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇനി ചാനൽ കപ്പാസിറ്റിയുടെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണല്ലോ. ഒന്ന് R < C യും R < C. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റും
സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മൾ അയക്കുന്ന റേറ്റ് എപ്പോഴും ചാനൽ കപ്പാസിറ്റിനേക്കാൾ കുറവായിരിക്കണം. എന്നാലാണ് അതിന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. എന്നാലാണ് നമുക്ക് എറർ ഇല്ലാതെ ട്രാൻസ്മിഷൻ അവിടെ പോസിബിൾ ആവുള്ളൂ. ആർ ഗ്രേറ്റർ ദാൻ സി വരികയാണെങ്കിൽ അതാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ചാനലിനുള്ള കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ഡാറ്റ നമ്മൾ അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും എറർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ.